എല്ലാവർക്കും സാദര നമസ്കാരം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഗുരുപൂർണിമ സുദിനമാണ്. വ്യാസ ഭഗവാന്റെ ജയന്തി ലോകമെങ്ങും ഗുരുപൂർണിമയായിട്ട് ആചരിക്കുകയാണ്. ഈ വിശേഷപ്പെട്ട സുദിനത്തിൽ ഗുരുപരമ്പരകളുടെ മുഴുവനും അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡാനന്ദബോധായ ശിഷ്യസന്താപഹാരിണേ സച്ചിദാനന്ദരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ വ്യാസ പൗർണമി സുദിനത്തിൽ നമ്മുടെ ഗുരുപരമ്പരകൾ മുഴുവനും ഈ ഒരു സുദിനത്തിൽ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. കാരണം സാക്ഷാൽ
ശ്രീ പരമേശ്വരനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സച്ചിദാനന്ദ സ്വരൂപനായ പരിപൂർണ ബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പറയുന്നു, ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ മനുഷ്യന് പൂർണ്ണതയുള്ളൂ എന്ന്. ഈ ആഷാഢ മാസത്തിലെ പൗർണമിയോട് കൂടിയിട്ടുള്ള ഈ ഒരു സുദിനം ഗുരുപരമ്പരകളെ മാനിക്കുന്ന, ഗുരുപരമ്പരകളുടെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന സകലർക്കും അനുഗ്രഹം നേടാനുള്ള വിശേഷപ്പെട്ട ഒരു സുദിനമാണ്. വേദവ്യാസ ജയന്തി ആണ്. വേദവ്യാസനെ കുറിച്ച് നമുക്കറിയാം. പരാശരമുനിയുടെ മകനായ വ്യാസന്റെ വജസ്സാകുന്ന പൊയ്കയിൽ വിടർന്നതാണ് ഭഗവത്ഗീത എന്ന്. പാരാശര്യവജസരോജമമലം ഗീതാർത്ഥഗന്ധോൽക്കടം എന്ന ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വ്യാസനെ കുറിച്ച് നമ്മൾ അറിയണം. ഭാരതത്തിൽ ജീവിക്കുന്നവർ അല്ല, ഈ ഭാരതത്തിന്റെ ചൈതന്യം ലോകം മുഴുവനുമുള്ളതാണ്. ഭാരതം നിലകൊള്ളുന്നത് ലോകത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ളവർ മുഴുവനും നമ്മുടെ മഹത്തായ സംസ്കൃതിയെ ഉൾക്കൊള്ളുന്നവരാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമുക്ക് ഈ ഗുരുപരമ്പരകളുടെ അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കണം. വേദവ്യാസനെ കുറിച്ച് നാം നിർബന്ധമായിട്ടും അറിയണം. എന്തോ നിർഭാഗ്യം കൊണ്ട് പാഠ്യപദ്ധതികളിൽ വേദവ്യാസനെ കുറിച്ചൊന്നും പറഞ്ഞു തരുന്നില്ല. ഭാരത സംസ്കാരം കരുപ്പിടിപ്പിച്ചിട്ടുള്ളവരിൽ പ്രഥമ സ്ഥാന അർഹനാണ് ശ്രീ വേദവ്യാസൻ. ശങ്കരാചാര്യസ്വാമികള് ഗീതാഭാഷ്യത്തില് ഭഗവാൻ സർവജ്ഞോ വേദവ്യാസ എന്നാണ് വേദവ്യാസനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വിതുരൻ, ധൃതരാഷ്ട്രർ, പാണ്ഡു, ശ്രീശുകൻ എന്നീ തന്റെ 4 മക്കളുടെ കഥയിൽ കൂടി ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ എന്ന പുരുഷാർത്ഥങ്ങളെയാണ് വ്യാസൻ നിരൂപണം ചെയ്തിട്ടുള്ളത്. ധർമ്മത്തിന്റെ പ്രതീകമാണ് വിതുരൻ. അർത്ഥകാമങ്ങൾ യഥാക്രമം ധൃതരാഷ്ട്രരിൽ കൂടിയും പാണ്ഡുവിൽ കൂടിയും അഭിവ്യഞ്ജിപ്പിക്കുന്നു. അതിശ്രേഷ്ഠമായ ജ്ഞാനം എന്ന പുരുഷാർത്ഥത്തിന്റെ പ്രതിനിധിയാണ് ശ്രീശുകൻ. അദ്ദേഹത്തിന്റെ കഥയാണ് ശ്രീമദ് ഭാഗവതം. ദ്വാപരയുഗത്തിന്റെ അന്ത്യപാദത്തിൽ പരാശരമുനിയുടെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ വിഷ്ണുവിന്റെ അംശാവതാരമായ വ്യാസമഹർഷി ഭൂജാതനായി. കൃഷ്ണൻ എന്ന പേരിലും ദ്വീപിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന പേരിലും വേദത്തെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന പേരിലും ലോകം മുഴുവനും അറിയപ്പെട്ടു. ത്രികാലജ്ഞനായ അദ്ദേഹം കാലത്തിന്റെ ഗതി അനുസരിച്ച് മാനുഷിക മൂല്യങ്ങളിൽ, ജീവിതചര്യകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിച്ചു. വൈദിക മൂല്യങ്ങളും യജ്ഞ സംസ്കാരങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വേദത്തെ പുനരുദ്ധരിച്ച് ഋക്ക്,
സാമ, യജുസ്, അഥർവ എന്നിങ്ങനെ 4 പകുത്തു. കൂടാതെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും 5-ാമത്തെ വേദം എന്ന പേരിൽ സമാഹരിച്ചു. ഋഗ്വേദത്തെ പൈല ഋഷിയെ കൊണ്ടും സാമവേദത്തെ ജൈമിനിയെ കൊണ്ടും യജുർവേദത്തെ വൈശമ്പായനനെ കൊണ്ടും അഥർവവേദത്തെ സുമന്തുവിനെ കൊണ്ടും ഹൃദിസ്ഥമാക്കിച്ചു. പുരാണ ഇതിഹാസങ്ങളെ രോമഹർഷണനെ അഭ്യസിപ്പിച്ചു. ശ്രീമദ് ഭാഗവത കഥ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദികൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ഉഗ്രശ്രവസിന്റെ പിതാവാണ് ഈ രോമഹർഷണൻ. ഈ മുനിമാരുടെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു ലഭിച്ചതാണ് മാനവരാശിയുടെ അമൂല്യ പൈതൃകമായ വേദങ്ങൾ. വേദത്തിന് അധികാരികളല്ലാത്തവർക്ക് വേണ്ടി വ്യാസമുനി മഹാഭാരതവും രചിക്കുകയുണ്ടായി. മനുഷ്യ നന്മയ്ക്കായി തന്റെ ജീവിതം മുഴുവൻ പ്രയത്നിച്ചിട്ടും വ്യാസമുനിക്ക് മനസ്സംതൃപ്തി ലഭിച്ചില്ല. പാവനമായ സരസ്വതി നദീതീരത്ത് ബദരിയാശ്രമത്തിന് സമീപത്തുള്ള ഈ സരസ്വതി നദിയുടെ തീരത്ത് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ശമ്യാപ്രാസം എന്ന ഗുഹയിൽ, അതായത് വേദവ്യാസരുടെ ഗുഹ ശമ്യാപ്രാസം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ സരസ്വതി നദിയുടെ തീരത്ത് ഏകാന്തമായ ഒരിടത്തിരുന്നു കൊണ്ട് വേദവ്യാസൻ തന്റെ മനോവ്യഥകളുടെ കാരണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ്. എന്റെ ജീവിതം വേദാധ്യയനത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു. വ്രതാനുഷ്ഠാനങ്ങളും ഗുരുജന സേവയും വഴിപോലെ നിർവഹിച്ചു. വേദാധ്യയനത്തിന് അല്ലാത്തവർക്ക് വേണ്ടി ധർമാർത്ഥ കാമമോക്ഷങ്ങളെ വിവരിച്ചുകൊണ്ട് മഹാഭാരതവും രചിച്ചു. ആധ്യാത്മിക ഔന്നത്യങ്ങളിൽ വിഹരിക്കുന്നുവെന്നാണ് മറ്റുള്ളവര് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. എങ്കിലും ആത്മശാന്തിയും സമാധാനവും എനിക്ക് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? ഞാൻ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കാത്തത് കൊണ്ടാണോ എൻ്റെ ഈ മനോവ്യഥയും അസംതൃപ്തിയും? ഇത്തരത്തിലുള്ള ചിന്തകളിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു വേദവ്യാസ മഹർഷി തന്റെ ആശ്രമത്തില്. വേദവ്യാസന്റെ ദുഃഖം തളങ്ങിട്ട് നിൽക്കുന്ന സമയത്ത് വീണാപാണിയായ നാരദ മഹർഷി അതാ അവിടെ എത്തിച്ചേരുന്നു. ലോകത്തിന് മുഴുവനും സദ്ഗുരുവായിരിക്കുന്ന നാരദ മഹർഷി. ശ്രീനാരദമഹം വന്ദേ വീണാധരമനർഗളം ഭക്തിജ്ഞാന വിരാഗാണം ശക്തിദം മമ സദ്ഗുരും. ഈ വേദവ്യാസന്റെ സമീപത്തേക്ക് വന്നു. വേദവ്യാസൻ നമസ്കരിച്ചു, അനുഗ്രഹിച്ചു. വേദവ്യാസന്റെ സംശയങ്ങൾ വേണ്ടതുപോലെ ശ്രവിച്ച നാരദ മഹർഷി ഇപ്രകാരം അവിടെ വെച്ച് ഉപദേശിക്കുന്നു. ഭഗവത് ഭക്തിയിൽ അധിഷ്ഠിതമല്ലാത്ത ദർശനങ്ങളെ ഞാൻ അപൂർണമായിട്ടാണ് കരുതുന്നത്. ഭഗവാൻ ധർമാർത്ഥ കാമമോക്ഷങ്ങളെയും വൈദിക കർമ്മങ്ങളെയും വിസ്തരിച്ചു വർണ്ണിച്ചുവെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം പലതരത്തിലും മഹാഭാരതത്തിലൂടെ വിസ്തരിച്ചു വർണ്ണിച്ചുവെങ്കിലും അതിശ്രേഷ്ഠമായ ഭഗവത്ഗീത മഹാഭാരതത്തിലൂടെ ലോകത്തിന് ഉപദേശിച്ചുവെങ്കിലും അതിശ്രേഷ്ഠമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം ലോകത്തിന് മഹാഭാരതത്തിലൂടെ ലഭ്യമാക്കിയെങ്കിലും ഭക്തിയോഗത്തിൽ അധിഷ്ഠിതമായ ദർശനം അങ്ങയിൽ നിന്ന് ലോകത്തിന് വേണ്ടതുപോലെ കിട്ടിയില്ല. ഭഗവാൻ
അത് വേണ്ടതുപോലെ വർണ്ണിച്ചില്ല. വാസുദേവന്റെ മഹിമയെ വർണ്ണിച്ചില്ല. വാസുദേവന്റെ മഹിമയെ വർണ്ണിക്കാത്ത വാക്ക് എത്ര കേമമായാലും അത് ലോകം അംഗീകരിക്കില്ല, സജ്ജനങ്ങൾ അംഗീകരിക്കില്ല. സാഹിത്യപരമായി എത്ര തന്നെ ശ്രേഷ്ഠമാണെങ്കിലും ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കാത്ത കൃതികളെ സജ്ജനങ്ങൾ ഒരിക്കലും സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എന്റെ പിതാവ് ബ്രഹ്മദേവന് ആദിനാരായണമൂർത്തി പത്മനാഭൻ ഉപദേശിച്ച 4 ശ്ലോകത്തിലുള്ള ഭാഗവതം ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. ചതുശ്ലോകി ഭാഗവതം. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാകുന്ന തരത്തിൽ അവിടുന്ന് വിസ്തരിച്ച് വർണ്ണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി അനുഗ്രഹിച്ച് വേദവ്യാസനെ ശിഷ്യനാക്കി ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ച് അതാ യാത്രയാകുന്നു. നാരദമുനി യാത്രയായതിനു ശേഷം സരസ്വതി നദിയുടെ പടിഞ്ഞാറേ കരയിലുള്ള ശമ്യാപ്രാസം എന്ന പരിപാവനമായ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന വ്യാസഗുഹ എന്ന് പ്രസിദ്ധമായ തന്റെ ആശ്രമത്തിൽ വേദവ്യാസൻ ധ്യാനനിരതനായിട്ടിരിക്കുന്നു. പരമപുരുഷന്റെ പൂർണ്ണരൂപത്തെയും മായയാൽ സൃഷ്ടിക്കപ്പെടുന്ന സംസാര ദുഃഖങ്ങളെയും തപസ്സിലൂടെ അദ്ദേഹത്തിന് വ്യക്തമായി കാണുവാൻ സാധിച്ചു. മായ സൃഷ്ടിക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് ഉളവാകുന്ന സംസാര ദുഃഖങ്ങൾക്ക് പരിഹാരം ഭഗവത് ഭക്തി മാത്രമാണെന്ന് വ്യാസം മുനി തിരിച്ചറിഞ്ഞു. ശോകമോഹ ഭയങ്ങളിൽ പെട്ടുഴലുന്ന മാനവരാശിക്ക് ഭക്തി ഉണ്ടാക്കി തീർക്കാനും അതുവഴി മോക്ഷത്തിലേക്ക് നയിക്കാനും വേണ്ടി സാത്വത സംഹിത എന്നുകൂടി അറിയപ്പെടുന്ന ഭാഗവത പുരാണത്തിന്റെ രചന തുടങ്ങി. രചന പൂർത്തിയായതിനു ശേഷം ഭാഗവതത്തെ തന്റെ പുത്രനായ ശുകബ്രഹ്മർഷിയെ അഭ്യസിപ്പിക്കുന്നു. അങ്ങനെ നാരദ മഹർഷിയുടെ ശിഷ്യനായി വ്യാസൻ, വ്യാസന്റെ ശിഷ്യനായി വ്യാസപുത്രനായ ശുകബ്രഹ്മർഷി ജീവിതത്തെയും മരണത്തെയും പറ്റിയുള്ള ആഴത്തിലുള്ള ഒരു പഠനമാണ് ശ്രീമദ് ഭാഗവതം. ജീവിതവും മരണവും അല്ലെങ്കിൽ ജന്മവും മരണവുമാകുന്ന 2 വലിയ പർവ്വതങ്ങൾക്കിടയിലൂടെ അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവാഹമുണ്ടല്ലോ, അത് തന്നെയാണ് ശ്രീമദ് ഭാഗവതം. സ്വധർമ്മം ശരിയായി അനുഷ്ഠിച്ച് മുന്നേറി അവസാനം മോക്ഷത്തിലെത്തലാണ് ഒരു ജീവന്റെ പരമമായ ലക്ഷ്യം. ആ ബ്രഹ്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. പരമമായ ആ സത്യമാകുന്ന ബ്രഹ്മത്തിലേക്ക് എത്തുന്നതിന് എന്തൊക്കെയാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അതൊക്കെ അജ്ഞാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള ഒരു സുപ്രധാനപ്പെട്ട മാർഗമാണ് പരമതത്വത്തെ പറ്റിയുള്ള അവബോധം എന്ന് തിരിച്ചറിഞ്ഞ് ശ്രീമദ് ഭാഗവതം ലോകത്തിന് ഉപദേശിച്ച വേദവ്യാസൻ ഈ പൂർണ്ണതയുടെ പ്രതീകമായി ഗുരുപൂർണിമയിൽ ഓരോ ഹൃദയത്തിലേക്കും ചിന്തയിലൂടെ ആഴ്ന്നിറങ്ങുന്നു. ആ വേദവ്യാസന്റെ പാദത്തിലും ശങ്കരാചാര്യ സ്വാമികളെ പോലുള്ള ആ ഇടയിലുള്ള അനേകായിരം ഗുരുപരമ്പരകളുടെ പാദത്തിലും നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കാണപ്പെടുന്ന സദ്ഗുരുക്കന്മാരെ മുഴുവനും നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീമദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. എല്ലാവർക്കും ഗുരുകാരണവന്മാരുടെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.